തുടങ്ങാം നമുക്ക്. എല്ലാവരും റെക്കോർഡിംഗ് കേട്ടോളൂ, തുടങ്ങിക്കോളൂ. 55-year-old മെയിൽ പേഷ്യന്റ് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ട്. 2007 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2022 റീസെന്റ് MRI റിപ്പോർട്ട് ഉള്ളത്. അതിൽ C3 to C7 ലെവൽസിൽ എല്ലാ വെർട്ടിബ്രൽ ലെവൽസിലും സ്പോണ്ടൈലോട്ടിക് ചേഞ്ചസ് ഫുൾ ആയിട്ടുണ്ട്. ഡെസിക്കേഷൻ, ഡിസ്ക് ബൾജ്, ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ്, തീക്കൽ സാക്ക് ഇൻഡന്റേഷൻ, അങ്ങനെ ഒരുപാട് സ്പൈനൽ കനാൽ നാരോയിങ്, അങ്ങനെ എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സിംറ്റംസ് എന്താന്ന് വെച്ചാൽ 2007 സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് അവർക്ക് സർജറി സജസ്റ്റ് ചെയ്തതാണ് അലോപ്പതിയിൽ പോയപ്പോ. അത് കഴിഞ്ഞിട്ട് ആയുർവേദ മെഡിക്കേഷൻ ആണ് ആള് പക്ഷെ ഓപ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഭയങ്കര ശരീരം മുഴുവൻ നല്ല വേദന, ലെഫ്റ്റ് ഹാൻഡ് മുറിഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ള വേദന, അടുത്ത കൈ തളർച്ച പോലെ വന്നിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ആയുർവേദ മെഡിക്കേഷൻ കൊണ്ട് ആൾക്ക് നല്ല വ്യത്യാസം വന്നതാണ്. ഓൾമോസ്റ്റ് കുഴപ്പമില്ല, അതായത് ഡേ ടു ഡേ ലൈഫിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് പറ്റിയിരുന്നതാണ്. ഇപ്പോ എന്താ വെച്ചാൽ ഒരു ഫ്യൂ മന്ത്സ് ഒരു 3-4 മാസമായിട്ടുണ്ടാവും, അതിന് കൂടുതലായിട്ടുണ്ടാവും. ആൾക്ക് വീണ്ടും വേദന വന്നേക്കാണ് പേഷ്യന്റ് ഇപ്പൊ പ്രസന്റ് ചെയ്ത സമയത്ത് ഒന്ന് ലെഫ്റ്റ് സ്കാപ്പുലർ റീജിയനിൽ വേദനയുണ്ട്. വേദന സ്റ്റാർട്ട് ചെയ്യും അവിടെ നിന്ന് ഇടത്തെ കൈയിന്റെ വിരലുകൾ വരെ എടുത്ത് ആ ഒരു കോഴ്സ് ഫുള്ളായിട്ട് പെയിൻ ഉണ്ടാവും, മരവിപ്പ് ഉണ്ടാവും. മോർണിംഗ് ആയിരിക്കും കൂടുതലായിട്ട് കൂടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരത്തേക്ക് ആള് അധികം റെസ്റ്റ് എടുത്തിട്ട് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലിരിക്കും. പിന്നെ വീണ്ടും ഈവനിങ് ഇൻക്രീസ് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഫസ്റ്റ് മെറ്റാകാർപ്പോ ഫലഞ്ചിയൽ ജോയിന്റ്സ്, അത് എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ് ആണ് ആൾ പറയുന്നത്. അതിലും പെയിനും മരവിപ്പും കാണുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ആള് ഓൾറെഡി ഡയബറ്റിക് പേഷ്യന്റ് ആണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അണ്ടർ അലോപ്പതിക് മെഡിക്കേഷൻ ആണ്. ഡിസ്ലിപ്പിഡീമിയ ഉണ്ട്, അതിനും അലോപ്പതിക് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. അതല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടുകളായിട്ടോ അസുഖങ്ങളായിട്ടോ വന്നിട്ടില്ല. പിന്നെ ജനറൽസ് നോക്കുകയാണെങ്കിൽ ജനറൽസിൽ അപ്പിറ്റൈറ്റ്, ആള് ഡയബറ്റിക് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നുള്ളൂ, അങ്ങനെ കൺട്രോൾ ചെയ്തേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. ബാക്കി തേഴ്സ്റ്റ് ഒന്നും കുഴപ്പമില്ല. പിന്നെ സ്റ്റൂളിലാണ് കുഴപ്പം. സ്റ്റൂളാണ് ഒരു ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ആൾക്ക്, വളരെ ഇയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അത്യാവശ്യം ഒരു ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. പിന്നെ യൂറിൻ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ട് ഒരു ഫീബിൾ ഫ്ലോ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിന് പ്രശ്നമില്ല, വേറെ സ്വപ്നങ്ങളായിട്ട് അങ്ങനെ റെലവെന്റ് ആയിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല. അതാണ് പ്രസന്റിങ് ഇൽനെസ്. പിന്നെ ആളുടെ മെന്റൽ പിക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പൊതുവെ ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ ആൾ പൊതുവെ ഇമോഷണൽ ആവും. ഞാൻ നല്ല ഇമോഷണൽ ആവും, എല്ലാ ചെറിയ പ്രശ്നങ്ങൾക്കും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളരും, വൈകാരികമായിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പറഞ്ഞത്. ഞാൻ ജയിച്ചാലും തോറ്റാലും എനിക്ക് വിഷമം വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാന്ന് വെച്ചാൽ ഭയങ്കര വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങോട്ടും പോവാനായിട്ട് ഇഷ്ടപ്പെടില്ല, ഭയങ്കര മൂഡില്ലാത്ത പോലെ തോന്നും. പിന്നെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്സസ് ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അതങ്ങനെ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അതായത് എന്താണ് നമ്മുടെ ഇഷ്ടം എന്ന് എനിക്ക് തന്നെ അറിയാൻ, എന്താണ് നമ്മുടെ ഇഷ്ടം എന്നറിയാതെ ഒരു ഭാഗത്ത് ഇരിക്കാനായിട്ട് പറ്റില്ല. അതായത് കടയിലിരിക്കണം, ആൾക്ക് ബിസിനസ് ആണ്, ഒരു കട ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ കടയിലിരിക്കാണ്ട് വീട്ടിൽ വരും, അവിടെ ഇരിക്കാൻ പറ്റില്ല. വീട്ടിൽ വന്നാൽ തന്നെ കടയിലേക്ക് പോകണം എന്നാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇപ്പോ മകന്റെയോ മകളുടെയോ കുട്ടികളായാലും അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടികളായാലും വലിയ ചെറിയ കാര്യത്തിന് കരയും, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര എന്താ പറയാ കരച്ചിൽ ഫീൽ ചെയ്യും. അതായത് അവരുടെ വിഷമം എനിക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ ആൾക്ക് അദ്ദേഹത്തിന് യാത്രകൾ ഇഷ്ടമാണ്. കച്ചവടത്തിനായാലും പർച്ചേസിങ്ങിനായാലും അങ്ങനത്തെ കാര്യങ്ങൾ, യാത്രകൾ കൂടുതൽ ഇഷ്ടമാണ്. വീട്ടിൽ ഗാർഡനിങ്, ചെടികൾ ശുശ്രൂഷിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മെയിനായിട്ട് പറഞ്ഞത്. അവർക്ക് 2007 പേഷ്യന്റ് 2007 ഈ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മോളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് യാത്രകളും എല്ലാവരെയും ക്ഷണിക്കാൻ പോവാനും അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ പെട്ടെന്നാണ്
ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വളരെ കല്യാണം ആകുമ്പോഴേക്കും ഭയങ്കര സിവിയർ പെയിൻ ആയിട്ട് വെച്ചാൽ തീരെ പറ്റില്ല എന്നുള്ള രീതിയിൽ പെയിൻ ആയിരുന്നു. അപ്പൊ പിന്നെ ഒരു 40 വയസ്സിന് താഴെയായിരുന്നു ആ സമയത്ത് പ്രായം. അപ്പൊ അന്ന് വിചാരിച്ച ദൈവമേ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലേ, ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ ആൾക്ക് ആ സമയത്ത് വന്നിരുന്നു. അത് അസുഖത്തിന് ശേഷം അങ്ങനെ ഒരു ടെൻഷൻ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യം വരുന്നു പറഞ്ഞു. പെട്ടെന്ന് പറയുമായിരുന്നു. അങ്ങനത്തെ ദേഷ്യം വരുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളാണെന്ന് സ്വയം പറഞ്ഞിരുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എങ്ങനെ ഇതിനെ പ്രൊസീഡ് ചെയ്യാം? അപ്പൊ നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആക്കൂ. നെയിം, ഫാക്ട്, ഇമോഷൻ, ഡെല്യൂഷൻ, സെൻസേഷൻ ആൻഡ് എനർജി ലെവൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടില്ലേ, അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യൂ. ഇതിങ്ങനെ കുറെ ഇൻഫോർമേഷൻസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയി കിടക്കല്ലേ. അപ്പൊ എപ്പോഴും ഏത് കേസ് കിട്ടിയാലും ഇതേപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലെ ഇൻഫർമേഷൻസ് എന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയാലേ നമ്മൾ കേസ് ടേക്കിംഗ് കംപ്ലീറ്റ് ആണോ എന്ന് മനസ്സിലാവുള്ളൂ, ഏത് ലെവലിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യണം എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കൂ ഈ ഇൻഫർമേഷൻസ്. അപ്പൊ എന്തായിരുന്നു അസുഖത്തിന്റെ പേരെന്താ? അസുഖം സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ആണ്. പെത്തോളജി സർവൈക്കൽ സ്പോണ്ടൈലോസിസ്. അതിന്റെ അഗ്രവേഷൻ അമിലേഷൻ ഇല്ലേ? അഗ്രവേഷൻ അമിലേഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റന്റ്. അതിൽ ഇമ്പോർട്ടന്റ് മൊഡാലിറ്റിയിൽ തന്നെ ടൈം മൊഡാലിറ്റി, ഇതെല്ലാം നമ്മളതിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. മൊഡാലിറ്റി ടൈം മൊഡാലിറ്റി എന്നുള്ള രീതിയിലായിട്ട് പറഞ്ഞിട്ടില്ലേ. പൊതുവെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന വരും, ടൈലിട്ടിട്ട് കുറച്ചു നേരം കഴിയും, അത് കഴിഞ്ഞിട്ട് ആള് ജോലിയൊക്കെ ചെയ്യൂല, വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങും, അതുകൊണ്ട് ഈവനിങ് വീണ്ടും വേദന വരും. അതല്ലാണ്ട് അതൊരു ടൈം മൊഡാലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല സമയമായിട്ട്. അത് എക്സേർഷൻ അഗ്രവേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അതോ സ്ലീപ്പ് ഇൻ ടു അഗ്രവേഷനോ? സ്ലീപ്പിന്റെ അല്ല, രാത്രി വരുമ്പോ വെച്ചാൽ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആവുമ്പോ ഇൻക്രീസ് ആവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഒരു സ്റ്റെപ്പ് ഫാക്റ്റില് അപ്പൊ നമ്മൾ അഗ്രവേഷൻ അമിലറേഷൻ ആണോ എടുക്കണ്ടേ? നെയിം കഴിഞ്ഞിട്ട് ഫാക്ട് എടുക്കുമ്പോഴേ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റന്റ്, ഏത് ടൈപ്പ് പെയിൻ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് അഗ്രവേഷൻ അമിലേഷൻ എവിടെയാണുള്ളത്, അതിന് അമിലേഷൻ ഉണ്ടെങ്കിലും എടുക്കുക. പേഷ്യന്റ് പറയണത് കേട്ടോ, നമ്മൾ ചോദിച്ചിട്ടുള്ളതല്ല. പിന്നെ നമ്മൾ ചോദിക്കണേന് വെയിറ്റേജ് കുറവാ, ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് അത് നമ്മൾ തീരുമാനിക്കണം. പിന്നെ കൺകോമിറ്റന്റ്, അതിനോട് കൂടെ വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫാക്റ്റില് സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ്, സെക്കൻഡ് നെയിം കഴിഞ്ഞാൽ ഇതാണ് വേണ്ടത്. അതെ, പെത്തോളജി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെ എടുക്കുക? പ്രസന്റിങ് കംപ്ലൈന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തന്നെയല്ലേ എടുക്കുക? നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയല്ലേ കംപ്ലീറ്റ് ആക്കണം. അത് ഏത് കേസിലും കംപ്ലീറ്റ് ആക്കി വെക്കുക. കാരണം നമുക്ക് ആ ഒരു കേസ് വരുമ്പോൾ ഡീപ്പർ ലെവലിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പൊ ഓരോ ഏരിയയും ക്ലിയർ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ, അഥവാ നമുക്ക് ആ ഹയർ ലെവലിൽ ആ കേസ് കിട്ടുന്നില്ലെങ്കിൽ ലോവർ ലെവലിൽ ഇരുന്നിട്ട് റെപ്പർട്ടൈസ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര ഹയർ ലെവലിൽ പഠിച്ചാലും ചിലപ്പോൾ ഈ കേസസ് വരുന്നത് അതൊന്നും പറ്റുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു ട്രഡീഷണൽ വേയിൽ തന്നെ എല്ലാ കേസും കൈകാര്യം ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്ത ഇമോഷണൽ ലെവൽ എന്തായിരുന്നു? ഇമോഷൻസ്. ദേഷ്യം, ചെറിയ കാര്യത്തിന് ദേഷ്യം വരണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു. എന്നെ രോഗം വന്നല്ലോ എന്നതിനൊരു സങ്കടം വന്നു എന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ വിട്ടുപോയി അതിന്റെ ഇടയിൽ പറയാനായിട്ട്. പിന്നെ ഇമോഷണൽ ആണ് എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു. ചെറിയ പ്രശ്നങ്ങൾക്ക് മാനസികമായിട്ട് ഒരു ഇമോഷണൽ ആവും, വൈകാരികമായി ഇടപെടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെല്യൂഷൻ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ, ഡെല്യൂഷൻ നമ്മള് പറയൂലോ, ഇപ്പോ ഒരു തരം റെസ്റ്റ്ലെസ്നെസ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് കടയിലിരിക്കില്ല, വീട്ടിൽ വരും, വീട്ടിലിരിക്കില്ല, കടയിൽ പോവും. അതായത് അങ്ങനൊരു എന്താ പറയാ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. അതൊരിക്കലും ഡെല്യൂഷൻ അല്ല മൈത്രേ, അത് മയാസം. അവരുടെ അതെ, ഡിസീസിന്റെ കോപ്പിംഗ് അപ്പ് മെക്കാനിസത്തിന്റെ ആ ഒരു പേസ് ഓഫ് ആ ഒരു ഡിസീസിന്റെ ഒരു ലാംഗ്വേജ് അവര് പറയുന്നതാണ്. ദാറ്റ് ഇസ് നോട്ട് ഡെല്യൂഷൻ. ഡെല്യൂഷൻ എനിക്ക് തോന്നുന്നു എന്റെ അടുത്തേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഫസ്റ്റ് കേസ് ചിലപ്പം
ഇമോഷണൽ വരിയേ കിട്ടുള്ളൂ. അത് പറയാൻ വേണ്ടി കൂടിയാണത് ഞാൻ ചോദിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു സ്പോണ്ടൈലോസിസ് അല്ലേ, ബോണിനാണ് അഫെക്ഷൻസ് ഉള്ളത് എന്ന് വെച്ചാല് നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ ഇതൊരു സൈക്കോസിസ് അല്ലെ, സൈക്കോസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്നുള്ളൊരു മയാസത്തിലേക്കല്ലേ വരിക. ബട്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഞാന് വളരെ ചെറുപ്പത്തില് ഗൾഫിലേക്ക് പോയതാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഫാമിലിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുക, ഒരുപാട് പൈസ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ വെച്ചാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത് എന്ന് വെച്ചാൽ ഒരു നോർമൽ ഒരു റുട്ടീനിൽ ജോബ് ചെയ്തിട്ടേ ഉള്ളൂ, അതോ അതിനും കൂടുതൽ എന്തെങ്കിലും ചെയ്തുവോ? യെസ്, അതിനും കൂടുതൽ ഒരുപാട് ചെയ്തു. വളരെ കുറച്ച് നേരം മാത്രമേ ഞാൻ വിശ്രമിക്കാറുള്ളൂ, ബാക്കി സമയം മുഴുവൻ വർക്ക് ചെയ്തു. എന്നിട്ടിപ്പം മതിയാക്കി തിരിച്ചു പോന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതെ, അപ്പോ അപ്പോഴും നമുക്ക് എന്താ വൈറ്റ് ഫോഴ്സ് ഡിറേഞ്ച്ഡ് ആവാനുള്ള ഒരു കണ്ടീഷനും ഇല്ലല്ലോ, ഇതൊക്കെ നോർമൽ ഒരു കാര്യങ്ങളല്ലേ. പിന്നെ ചോദിച്ചു അതെ ഓക്കെ, അതിലെന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത്, പിന്നീട് എന്താണ് ബുദ്ധിമുട്ട് സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു ഇടയ്ക്ക് തന്നെ തിരിച്ചു വരുമ്പോ, വീട്ടിലേക്ക് വരുമ്പോ ഞാൻ ഇത്രയൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടും തിരിച്ച് എനിക്ക് അത്രത്തോളം ലവ്, കെയർ, അഫെക്ഷൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പൈസ ഞാൻ ഉണ്ടാക്കിയത്. ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല, വർക്ക് ഒരുപാട് ചെയ്തു. ദെൻ എന്താണ് ആഫ്റ്റർ റിസൾട്ട്? ഡെല്യൂഷൻ എന്ന് വെച്ചാൽ ഡിസർട്ടഡ് ഫീലിംഗ് എന്നുള്ള രീതിയിൽ അത്ര ഹൈ ലെവലിലേക്കൊന്നും അവർ പറഞ്ഞില്ല, ബട്ട് ഒരു റിജക്റ്റഡ് എന്ന് പറയാം, ഡെല്യൂഷൻ ഓഫ് റിജക്റ്റഡ്, ആ ഒരു ലെവലിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യുക, എന്താണ് ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആക്ച്വലി ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ടോ അപ്പൊ എന്താ ചിന്തിക്കണേന്ന് ഞാൻ ചോദിക്കാറുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം മൂപ്പര് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ പറയണ പോലെ ഒരു ഭയങ്കരമായിട്ട് മെന്റലിയും ആൻഡ് ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ട് വരും. മെന്റലി ഭയങ്കരമായിട്ട് ഇവരോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യം തന്നെ, കൂടുതലായിട്ട് ദേഷ്യം വരും. പക്ഷെ ഞാനത് കടിച്ചമർത്തിരിക്കും. കാരണം ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ട് സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അവരെന്നെ പുറന്തള്ളില്ലേ. രണ്ടാമത്തെ കാര്യം ഫിസിക്കലി വന്നത് സിവിയർ സ്പോണ്ടലോസിസ്. സ്പോണ്ടലോസിസ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പം ഇപ്പോഴും എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടിൽ വന്നിട്ടും, പക്ഷെ വർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, പോവാൻ പറ്റുന്നില്ല. ഇതായിരുന്നു കേസ്. ഇതിനപ്പുറം ഞങ്ങൾ കുറെ അധികം കാര്യങ്ങൾ ചോദിച്ചു. ഒരു പ്രത്യേകിച്ചൊന്നും ഇത്ര വലിയ കേസ് അവിടെ കിട്ടുന്നുള്ളൂ. പിന്നെ ഒന്നും അവർക്ക് അത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഡെല്യൂഷൻ വരെയാണ് ആ കേസ് കിട്ടിയത്. ഇനി മൈത്രി റെപ്പർട്ടറൈസേഷൻ ചാർട്ട് ഇടൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇങ്ങനെ ഇതുവരെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് മെഡിസിൻസ് അല്ലെ മനസ്സിൽ വരും. ഒന്ന് പറഞ്ഞോളൂ എല്ലാവരുടെയും, ഒരു മിനിറ്റ്, എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞോളൂ. ഏതൊക്കെ മെഡിസിൻ വരാം ഒന്ന്? ആരാ? ഫാത്തിമയോ? മൻഷ ഡോക്ടറെ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ആക്കണം അല്ലേ, ഡ്രൈവ് ചെയ്യും. ഓക്കെ, ശ്രീജയൊക്കെ ഉണ്ടല്ലോ, പറയൂ ഏതൊക്കെ മെഡിസിൻ വരാം ഇത്രയും സിംറ്റംസ് കേട്ടതില്? കേസ് മുഴുവൻ കേട്ടില്ല, കേസ് തുടങ്ങിയുള്ളൂ. ഓക്കെ ഓക്കെ, ആരാ ഫുള്ള് കേട്ട? ഫാത്തിമ ആദ്യം മുതലുണ്ട്, പറയൂ ഏതാ മെഡിസിൻ നമുക്ക് വരിക? ഞാൻ കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ മോൻ വന്നിട്ട് ഉറങ്ങട്ടെ എന്നൊക്കെ ചോദിച്ച് ഫുള്ള് പോയി, കരണ്ടും പോയി. മനസ്സിലായി. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മൾ റെപ്പർട്ടറൈസ് ചാർട്ട് ഇടാം. ഇട്ടോളൂ മാത്രേ. റിജക്റ്റഡ് ഫീലിംഗ് ഉണ്ടോ? എങ്ങനെ? റിജക്റ്റഡ് ഫീലിംഗ് ആണോ ഉള്ളത്? റിജക്റ്റഡ് ഫീലിംഗ് ഉണ്ടോ? ഒരു ഡീപ്പർ ഒരു ലെപ്രസ് മയാസം പോലുള്ള റിജക്റ്റഡ് അല്ല, ബട്ട് ആ ഒരു എന്നെ എല്ലാവർക്കും ഇപ്പൊ വേണ്ടാതെയായി. ഞാൻ ഇത്രയും കാലം സ്വത്തൊക്കെ സമ്പാദിച്ചു, അവരെ നോക്കി, ഇപ്പം വേണ്ടതായി എന്നിട്ട് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ലെപ്രസ് മയാസത്തിൽ പോവൂലേ? ഇല്ല, ലെപ്രസ് മയാസം വരെ എത്തിയിട്ടില്ല. ലെപ്രസ് മയാസത്തിൽ അപ്പൊ എവിടെ എത്തിയേ? മലേറിയൽ മയാസം. മലേറിയക്കിന്റെ ഫീലിംഗ് എന്താ അപ്പം വരുന്നത്? മലേറിയ നമ്മള് അക്യൂട്ട്
അക്യൂട്ട് പ്ലസ് സൈക്കോട്ടിക് ആണ് മലേറിയ. അക്യൂട്ട് സിറ്റുവേഷൻസ് കൂടെ ബോഡി ശരിക്കും പോകും. അത് മൈൻഡ് ആണെങ്കിലും പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഒരു വെറുപ്പും ഇതൊക്കെ ഫാമിലി മെമ്പേഴ്സിനോട് തോന്നും. പിന്നീട് ഇതൊക്കെയാണ് കുടുംബം എന്ന് വിചാരിച്ചിട്ട് അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകും. ഒരു അപ്പൊ ഇവര് പാനിക് ആവോ മാം? അക്യൂട്ട് ഉള്ളതിനോണ്ട് പാനിക് ആവോ? അക്യൂട്ട് എല്ലാം പാനിക് ആവണമെന്നില്ല. എല്ലാ അവസ്ഥകളിലും ഒരു ഹയസ്റ്റ് ലെവൽ ആവുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഭയങ്കര പെയിൻ വരും. ശരിക്കും പാനിക് എന്ന് പറയാൻ പറ്റില്ല. സിവിയർ കണ്ടീഷൻ ആയിരിക്കും വരിക പെയിൻ ഉള്ള സമയത്ത്. പിന്നെ അത് അന്നേരം ഇവര് അവസ്ഥ എന്തായിരിക്കും? ഡയലോസിസ് ഉണ്ട് എന്നറിയാം. സോ അവര് പിന്നെ അത് ഓക്കെ ഇത് എനിക്ക് വന്നു പോയി എന്താ ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ചു കാലം പിന്നെ അതങ്ങനെ വെച്ച് നടക്കും. പിന്നെ വീണ്ടും അക്യൂട്ട് കണ്ടീഷൻസ് വരുമ്പോഴാണ് അവര് വീണ്ടും ഒരു ഹൈ ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോവുക. ദിസ് ഇസ് മലേറിയൻ മയാസം. മൈൻഡും അങ്ങനെയാണ്. കൊറേ അപ്പൊ ഈ അസുഖം കൊണ്ട് ഇവര് നടക്കുന്നാണോ പറയണേ മാം? എങ്ങനെ അക്യൂട്ടും കൊണ്ട് ഇവര് നടന്നോളൂ? ഈ ഇല്ല. അക്യൂട്ടും കൊണ്ടിട്ടേ ഇവര് നടന്നോളൂ വലിയ അക്യൂട്ട് വരുന്ന കുഴപ്പമില്ലാതെ? സമയത്ത് അക്യൂട്ട് വരുന്ന സമയത്ത് ഇവര് ഹൈ ട്രീറ്റ്മെന്റിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകും. പിന്നെ കുറച്ചു കാലം എനിക്ക് വീക്ക്നെസ് വന്നു സോ അതുകൊണ്ട് ഞാനത് കവർ ചെയ്ത് പോവാന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വരും. അവർക്കറിയാം അത്രയും വീക്ക്നെസ്സോ അല്ലെങ്കിൽ അത്രയും അസുഖങ്ങൾ പെത്തോളജി ഒക്കെ ഉണ്ട് എന്നുള്ളത്. വലിയ കുഴപ്പമില്ലാതെ ഡയറ്റ് മാനേജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകും. അത് കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്നില്ല. അങ്ങോട്ട് വരുമ്പോ ഒരുപാട് ആൾക്കാരെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുക. ഈ ഒരു സെയിം ഒരു അവസ്ഥയിൽ കൂടെ പേഷ്യന്റ് പോകും. അപ്പൊ ഈ അക്യൂട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണോ പൊതുവെ ഒരു ഹോമിയോ പ്രിഫർ ചെയ്യുക? യെസ്, ആക്ച്വലി പറഞ്ഞ അങ്ങനെയാണ്. ഈ പേഷ്യന്റ് അക്യൂട്ടിന്റെ സമയത്ത് നമ്മുടെ അടുത്ത് വന്നേ. ശരി. ഓക്കെ. സോ ഫസ്റ്റ് മെഡിസിൻ ബ്രയോണിയ. അപ്പൊ ഈ ഒരു പിന്നെ നമ്മൾ ഈ ഒരു റെപ്പർട്ടറി ഈ ഒരു പേഷ്യന്റിനെ മനസ്സിലാക്കി നമ്മൾ ഏകദേശം ഡെല്യൂഷൻ ലെവല് വരെ കേട്ടോ കേസ് നമുക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ റെപ്പർട്ടറിയൽ ചാർട്ട് നോക്കി. അപ്പൊ നമുക്കത് ഉറപ്പാണ് സെൻസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ പേഷ്യന്റിന്. മിനറൽ കിങ്ഡം അല്ല. എന്ന് വെച്ചാൽ സ്ട്രക്ചറിൽ എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല പേഷ്യന്റ് പ്രസന്റ് ചെയ്തത്. വേറൊരാള് മീ വേഴ്സസ് യു അനിമൽ കിങ്ഡത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറൊരാള് ത്രൂ എനിക്ക് അസുഖം വന്നു അല്ലെങ്കിൽ വേറൊരാളിലാണ് അവരുടെ ഒരു കോൺസെൻട്രേഷൻ എനർജി ലെവലൊക്കെ ഉണ്ടാവുക. വേറൊരാള് ത്രൂ അല്ലെങ്കിൽ വേറൊരാള് കാരണം എനിക്കത് സംഭവിച്ചു അല്ലെങ്കിൽ മീ വേഴ്സസ് യു അതില്ല. അപ്പൊ അതുകൊണ്ട് ദറ്റ് ഇസ് പ്ലാന്റ് കിങ്ഡം. അപ്പൊ മൈത്രേയി ഇതിൽ പ്ലാന്റ് കിങ്ഡം മാത്രമാക്കി കൊടുക്കൂ. ഇത് റഡാറ് സ്ഥിരം യൂസ് ചെയ്യാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണേ. അപ്പൊ എനിക്ക് പ്ലാന്റ് റെമഡിയിലുള്ള ഒരു മെഡിസിൻ മാത്രമേ വേണ്ടൂ. പ്ലാന്റ് റെമഡിയിലുള്ള ഒരു മെഡിസിൻ വേണം. ഫസ്റ്റ് വന്നത് ബ്രൈക്ക് ഈ സിംറ്റംസ് ഒക്കെ ഇല്ലേ? ഉണ്ടോ? ടൈഫോയിഡ് മയാസം ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വരുമോ മാം? അപ്പൊ ബ്രൈ കൊടുക്കണ്ട. അപ്പൊ നമ്മള് ബ്രയോണിയ ആണെന്ന് ഉറപ്പിക്കുക എങ്ങനെയാ? ലൈക്കപ്പൊടി ആയിക്കൂടെ, സൂചി ആയിക്കൂടെ, കുണയം ആയിക്കൂടെ, നെക്സോമിക് ആയിക്കൂടെ? എങ്ങനെയാ ഇപ്പൊ നമ്മൾ ഈ ചാർട്ടിന്ന് നമ്മുടെ മെഡിസിൻ തന്നെയാണെന്ന് ഉറപ്പിക്കുക എങ്ങനെയാ? ബ്രയോണിയ കൊടുക്കാൻ പറ്റുമോ? ഇത്രേ അറിയുള്ളൂ. നമുക്ക് വേറെ യാതൊന്നും പേഷ്യന്റിനെ കുറിച്ച് അറിയില്ല. ബ്രൈ ഓൾറെഡി നമ്മളെല്ലാവരും ഈ വക പെയിനും അങ്ങനത്തെ ബോൺ റിലേറ്റഡ് പെയിനുകൾക്കൊക്കെ കൊടുക്കണതല്ലേ. അപ്പൊ എങ്ങനെയാ നമുക്ക് എക്സാക്ട് ഇത് തന്നെയാന്ന് പറഞ്ഞിട്ട്, കാരണം അത്രയും ഹൈ പെത്തോളജി ഉണ്ട്. ഇപ്പം നല്ല പെയിനുള്ള സമയമാണ്, അക്യൂട്ട് കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബ്രൈ അവിടെ കിടക്കുന്നുണ്ട്, ദെൻ കോളോസിന്റെ അവിടെ കിടക്കുന്നുണ്ട് ഒരു 8ാമത്തെ പൊസിഷനിൽ. ഇത് രണ്ടും ഒരു ഫാമിലിയാ. അപ്പോ നമ്മൾ വീണ്ടും ആലോചിച്ചു ഇദ്ദേഹം എന്താണ് ഇത്രയും നേരം പറഞ്ഞു വന്നിരിക്കണേ, എവിടെയാണ് ഇവർക്ക് ഒരു ഡിസീസ് എന്നുള്ള ലെവലിലേക്ക് അവരുടെ ബോഡി എത്തി തുടങ്ങിയത് എപ്പോഴാണ്? ഇവരുടെ മെയിൻ ഒരു തീം ഓഫ് ലൈഫ് എന്നോ എന്താണ് പറയാ, ലൈഫിന്റെ മോട്ടോ എന്തായിരുന്നു? നല്ലോണം വർക്ക് ചെയ്തിട്ട് ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരിക. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും സെറ്റിൽഡാക്കി പിന്നെ വളരെ ശാന്തമായി ജീവിക്കുക. ഇതാണ് ശരിക്കും ഇദ്ദേഹത്തിന്റെ ആഗ്രഹം ആയിരുന്നത്. അപ്പോ അത് ഏത് ഫാമിലിക്കാണ് ഈ ഒരു തീം ഉള്ളത്? ദാറ്റ് ഈസ് കുക്കുർബിറ്റേഴ്സ് ഫാമിലി. ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കൂ. മൈത്രി ഒന്ന് ഇതാക്കൂ. കാണാണ്ടോ? കാണുന്നുണ്ട്.
സോ നമുക്ക് അറിയാവുന്ന നമ്മളതില് ജസ്റ്റ് ഒരു ഫാമിലീസ് നോക്കിയപ്പോൾ 2 മെഡിസിൻ മാത്രമാണ് ഈ കുക്കുർബിറ്റേസി ഫാമിലി ഉള്ളത്. അപ്പൊ നമുക്ക് കുക്കുർബിറ്റേസി ഫാമിലി എന്താണ് ഇവരുടെ ഈ പേഷ്യന്റ് വന്ന് പറയാ, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിന്റെ ഒരു എന്താണ് മെയിൻ ഒരു എയിം ലൈഫിൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോമിയോപ്പതിയിൽ അറിയേണ്ടത്. എന്ന് വെച്ചാൽ അദ്ദേഹം എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ എവിടെയാണ് അദ്ദേഹത്തിന് കുഴപ്പം പറ്റിയത്, എവിടെയാണ് മെന്റലി വീക്ക് ആയത്, ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ അധികം അവരുടെ ഒരു നമ്മള് മിനറൽ കിങ്ഡം വളരെ നന്നായി പഠിക്കണം എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ് ചെയ്യാനാണ് ഒരു കേസ്. ഏത് റോയിലാണ് ഒരു കേസ് കിടക്കുന്നതെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനറൽ കിങ്ഡം പഠിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കാൽക്കേരിയ ലൈനാണ് എന്ത്, ശരിക്കും കാൽസ്യം ഡെഫിഷ്യൻസി അല്ലേ. അപ്പൊ കാൽക്കേരിയ ലൈനിലാണ്. അതുകൊണ്ടല്ല കേട്ടോ, പൊതുവെ ജോബ്, മണി അല്ലെങ്കിൽ ഫാമിലി, ഇതൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ വരുന്ന ഒരു റോ എന്ന് പറയുന്നത് റോ 4 ആണ്. അപ്പൊ എനിക്ക് വേണ്ടത് റോ 4-ലുള്ള ഒരു പ്ലാന്റ് കിങ്ഡം, ദാറ്റ് ഈസ് കുക്കുർബിറ്റേസി ഫാമിലിയാണ്. അപ്പൊ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ് എന്താ വെച്ചാൽ ഇദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ കുക്കുർബിറ്റേസി ഫാമിലിയുടെ അതാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് മെറ്റീരിയലിസം ആൻഡ് സ്കാർസിറ്റി. ഇൻഡിവിജ്വൽസ് ഒരുപാട് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈഡ്രജൻ ലൈൻ, ലിഥിയം ലൈൻ, നാട്രിയം ലൈൻ എത്തിയിട്ടാണ് കാൽക്കേരിയ ലൈൻ എത്തുക. എന്ന് വെച്ചാൽ ഒരുപാട് ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് എത്തിയിട്ടാണ് ഈ 4th ലെവലിൽ എത്തുക. 4th ലെവലിന്റെ ഒരു പ്രശ്നമാണ് ഫിയർ ഓഫ് പോവർട്ടി. എന്ന് വെച്ചാൽ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, പൈസ, ജോബ് അല്ലെങ്കിൽ ഫാമിലി, ഇതൊക്കെയാണ് അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ ലൈഫിൽ. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയ ആൾക്കാർ അതേപോലെ തന്നെ അതിനു വേണ്ടി ശ്രമിക്കും. ഒരു സക്സസ്ഫുൾ അല്ല, അതിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇതേപോലെ ഫിയർ ഓഫ് പോവർട്ടി, സ്കാർസിറ്റി, ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇവർ അതിനു വേണ്ടി അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക വെച്ചാൽ എക്സസീവ് അക്യുമുലേഷൻ. കൂടുതലായിട്ട് ഈ ഒരു സംഭവങ്ങൾ ബ്രയോണിയല്ലേ ഏറ്റവും കൂടുതൽ ഒരു പൈസയുടെ കാര്യങ്ങൾ, അതെന്ന് വെച്ചാല് കൂടുതൽ എന്താ പറയാ, പിശുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കുന്ന മെഡിസിൻസ്. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് അവർക്ക് ഈ ഫിയർ ഓഫ് പോവർട്ടി വളരെ കൂടുതലാണ്. ഫിയർ ഓഫ് പോവർട്ടി ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ അവർ കാൽക്കേരിയ ലൈനാണ്. അപ്പൊ ആ കാൽക്കേരിയ ലൈനിൽ തന്നെ അവർക്കൊരു പേടിയാണ്, ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലേ, അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ട് വരുമോ. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ ഒരു സ്കാർസിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഓവർ വർക്ക് ചെയ്യും. അതുപോലെ ഓവറായിട്ട് ഈ പൈസയൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങും. ദെൻ എക്സസീവ് ഗിവിങ് ആൻഡ് ഇൻഡസ്ട്രിയസ്നെസ് എന്ന് വെച്ചാല് ഈ വീട്ടിലേക്ക് അത്യാവശ്യം നല്ലോണം അവർ പ്രൊവൈഡ് ചെയ്യും. അവരെ പോലും നോക്കില്ല, അവരധികം ഈ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ തിരിച്ച് ചിലപ്പം ഈ ഒരു അഫെക്ഷൻസും കെയറും ഒന്നും തിരിച്ച് അദ്ദേഹത്തിന് കിട്ടില്ല. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് വർക്ക് മാത്രമാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കഥകളാണ്. വർക്കഹോളിക്കാണ്, വർക്ക് മാത്രമേ ഉള്ളൂ, വീട്ടിലൊരു കാര്യങ്ങൾ ചെയ്യില്ല, വീട്ടിലെ ആൾക്കാരോട് നന്നായി വർത്താനം പറയില്ല. അപ്പൊ അവര് ശരിക്കും എന്താന്ന് വെച്ചാൽ ആ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്യണതും പൈസ ഉണ്ടാക്കണതും മുഴുവൻ. അവരെ ശ്രദ്ധിക്കൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതില് വർക്കഹോളിസം ആൻഡ് ലാക്ക് ഓഫ് സിമ്പതി. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് വരുമ്പോ ഈ വർക്കിന്റെ കാര്യത്തിൽ വരുമ്പോ അവർക്ക് ഒരു സിമ്പതി ഉണ്ടാവില്ല. വർക്ക് ചെയ്തേ പറ്റൂ. അവരുടെ ആ വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഇപ്പൊ അവരൊരു ഒരു ഹയർ ലെവലിലൊക്കെയാണ് വർക്കിംഗ് പൊസിഷൻ ആണെങ്കിലും നമുക്കിപ്പോൾ ലീവ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വർക്ക് വളരെ പക്കയാവണം, അതിലൊരു ഇമോഷണൽ സെന്റിമെന്റ്സും ഇല്ല. ദിസ് റിസൾട്ട് ഇൻ ഇറിറ്റബിലിറ്റി, പീവിഷ്നെസ് ആൻഡ് ആങ്കർ. അപ്പൊ ഇത് ചെയ്തോണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പൊതുവെ ഒരു ഭയങ്കര ഒരു ആംഗ്രി ഫീലിങ്ങും ഭയങ്കര ഒരു ഇറിറ്റബിൾ പേഴ്സൺ ഒക്കെ ആയിട്ട് അവർ മാറും. മണി ഈസ് എ നറിഷിംഗ് ഫോഴ്സ്. അപ്പോൾ ഇവർക്ക് മണി എന്ന് പറയുന്നത് എന്താണ്, ഈ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നറിഷിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ദെൻ നെക്സ്റ്റ് ലൈഫിന്റെ ഒരു സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ബിറ്റർനെസ് ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ്. ഇതൊക്കെ അവരുണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും ഈ ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ എന്താ പറയാ, വർക്കഹോളിക് ആയിരുന്നു, പൈസയ്ക്ക് വേണ്ടി മാത്രം വീട്ടില് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറവായിരുന്നു. സോ വീട്ടിൽ നിന്ന് എന്താ ഉണ്ടാവുക, വീട്ടിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലവ്, കെയർ, അഫെക്ഷൻസ് വീട്ടിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അവർക്ക് ലൈഫ് ബിറ്റർനെസ്, ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് അക്യുമുലേറ്റഡ് ആങ്കർ, ഈ ഒരു ലെവലിലേക്ക് കേസസ് ചെല്ലും. ദിസ് ഈസ് കുക്കുർബിറ്റേസി ഫാമിലി. അപ്പോൾ കുക്കുർബിറ്റേസി ഫാമിലി മൊത്തം ഇങ്ങനെയാണ്. സെയിം കാര്യമാണ് നമ്മുടെ പേഷ്യന്റും പറഞ്ഞിരിക്കുന്നത്.
ഇത് കൂടെ നമ്മൾ അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടിയും ഇതിന്റെ ഒരു എന്താ പറയാ എക്സ്പാൻഡഡ് വേർഷൻ ആയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം എനിക്ക് കുക്കുർബിറ്റേസെ ഫാമിലി ആണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കുക്കുർബിറ്റേസെ ഫാമിലിയിൽ നമുക്കറിയാവുന്ന കുറച്ച് മെഡിസിൻസ് ബ്രയോണിയ ഉണ്ട്, ഇലാക്ടറിയം ഉണ്ട്, കോളോസിന്ത് ഉണ്ട്, ലുഫ ഓപ്പർക്കുലേറ്റി ഉണ്ട്, മൊമോഡിക്ക ചിരൻചി ഉണ്ട്, സെഫാനാൻഡ്ര ഇൻഡിക്ക ഉണ്ട്. അപ്പം നമ്മളിത് എങ്ങനെ കൊടുക്കും? ഇത് കൊടുക്കേണ്ട മാർഗമാണ് ആ പേഷ്യന്റ് ആ ഡിസീസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യണേ. പേസ് ആൻഡ് ഡെപ്ത് ഓഫ് ദി ഡിസീസ് ആണ് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ അക്യൂട്ട് പ്ലസ് സൈക്കോസിസ്, ഒരു അക്യൂട്ട് സ്റ്റേജ് വരും, ദെൻ ഒരു സൈക്കോട്ടിക് ലെവൽ കൂടെ കുറച്ചു കാലം പേഷ്യന്റ് പോകും, ദെൻ വീണ്ടും ഒരു അക്യൂട്ട് കേസ് ഒരു സ്റ്റേറ്റ് വരും, ദെൻ വീണ്ടും സൈക്കോട്ടിക് ഒരു ലെവൽ കൂടെ പോകും. സോ ദാറ്റ് ഈസ് മലേറിയൽ മയാസം. നമ്മൾ കൊടുത്തത് കോളോസിന്ത് 200 വീക്കിലി ഡോസ്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മളൊരു 90 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കേസ് നമ്മൾ പ്രൊസീഡ് ചെയ്യണത്. ഫസ്റ്റ് മന്ത് തന്നെ ഏകദേശം ഒരു 60% പെയിൻ കുറഞ്ഞു. മൂപ്പർക്ക് തൃശ്ശൂർക്ക്, പാലക്കാട് എന്നുള്ള കേസ് അത്, തൃശ്ശൂർക്ക് യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു നസീമ പറയും, നസീമയ്ക്ക് അറിയുന്ന കേസ് അത്. നസീമ ഒരു പറഞ്ഞത് ഒന്ന് പറയൂ കേട്ടോ. ഞാൻ അവര് ഫസ്റ്റ് മന്ത് റിവ്യൂ എടുക്കാൻ വിളിച്ചപ്പോഴത്തേന് എൻ്റെ അടുത്ത് 80% വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു 2 weeks കഴിഞ്ഞിട്ടായിരുന്നു അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 4 months മെഡിസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ കണക്ക് പറഞ്ഞിരുന്നു. ആദ്യം 120 days എടുക്കേണ്ടി വരും. പക്ഷെ ഫസ്റ്റ് മന്ത് വന്നിട്ട് 2 weeks കഴിഞ്ഞാൽ വിളിച്ചോക്കുമ്പോ പറഞ്ഞു ഭയങ്കര ബെറ്റർ ആണെന്ന്. അവർക്ക് ആദ്യം കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഓക്കെ ആയിന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൈയിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്. കോൺസ്റ്റിപ്പേഷൻ ആ സമയത്ത് 2 weeks തന്നെ കംപ്ലീറ്റ് ബെറ്റർ ആയി. ലംബർ അവിടെ സെർവിക്കൽ റീജിയനിൽ ഉണ്ടായിരുന്ന പെയിനും ആ ലെഫ്റ്റ് സൈഡിലുള്ള കയ്യിലോട്ടുള്ള പെയിനും ഒക്കെ 80% മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വിളിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവർ പറഞ്ഞ വേർഡ്സ് ആണിത്. 4 മാസം ആണ് നമ്മൾ പോസ്റ്റ് ഡ്യൂറേഷൻ പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞു 4 മാസമല്ല 6 വർഷമാണെങ്കിലും മരുന്ന് കുടിച്ചാലും കുഴപ്പമില്ല, ഇത്രയും ബെറ്റർ ആയല്ലോ, ഓപ്പറേഷൻ ഇല്ലാതെ കഴിഞ്ഞല്ലോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു. ഇപ്പം ഒരു എന്തോ ഒരു ചെറിയ ഇപ്പൊ 2 മാസമായിട്ട് ഉള്ളു തോന്നുന്നുണ്ട്, എന്തോ ഒരു ചെറിയ വേദന എപ്പോഴെങ്കിലും ഒക്കെ വരും എന്ന രീതിക്ക് അവർ പറയുന്നത്. ആക്ച്വലി അവര് ഹാപ്പിയാണ് കാര്യങ്ങളിലൊക്കെ. വേദന കംപ്ലീറ്റ് മാറി എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞത്. ഇപ്പം അവർക്ക് മീൻസ് അവരുടെ കടയിൽ പോവാനും വീട്ടിൽ തിരിച്ചു വരാനും ഡ്രൈവിങ് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യണൊക്കെ സമയത്ത് ഭയങ്കര പെയിൻ, കയ്യിൽ തരിപ്പ് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നും ഇല്ല, ഓക്കെ ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഒന്ന് ഹോമിയോപ്പതി ഫാസ്റ്റ് ആണ്, ഒട്ടും സ്ലോ അല്ല. ഹോമിയോപ്പതി സ്ലോ ആവേണ്ട കാര്യം ഇപ്പൊ നമ്മൾ ആ റെപ്പോർട്ടറൈസേഷൻ ഒരു ചാർട്ടില് ബ്രയോണിയ വന്നത് നമുക്ക് ഭയങ്കര സന്തോഷമായി. ബ്രൈ വന്നാലേ ഒരു കോമൺ മെഡിസിൻ പെയിന് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒന്ന് അങ്ങനെ തന്നെ കൊടുക്കാതെ ഫാമിലി തീം കവർ ചെയ്യണ്ടോ നോക്കണം. എന്താണ് ഓരോ ഫാമിലിയും പ്ലാൻ റെമഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി തീം. ഫാമിലി തീം കവർ ചെയ്യണ്ടോ നോക്കണം. ആ ഫാമിലി തീം കവർ ചെയ്താൽ തന്നെ ഇപ്പൊ നമുക്ക്, എനിക്കത് വന്നപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അറിയായിരുന്നു. ഈ ഫസ്റ്റ് നമ്മൾ ശരിക്കും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ മിനറൽ കേസ് മിനറൽ ആണെങ്കിലും അനിമൽ ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും മിനറൽ ലെവലിലുള്ള റോയും കോളും ഫിക്സ് ചെയ്യും. അത് ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ഇതാണ് പ്രിസ്ക്രിപ്ഷൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഏത് റോയിലാണ് കേസ് നിൽക്കുന്നത്, ഏത് കോളത്തിലാണെന്നത് ആദ്യം ഫിക്സ് ചെയ്യും. ദെൻ നമുക്ക് ഏത് കിങ്ഡത്തിലേക്ക് വേണമെങ്കിലും പോവാം. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കാൽക്കേരിയ ലൈനിലാണ് പേഷ്യന്റ് ഉള്ളതെന്ന് മനസ്സിലായി. ദെൻ കാൽക്കേരിയയിൽ അതിൽ കുറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡയലിനിഡേ എന്നാ പറയാ, അത്രയും ഡയലിനിഡേ ഓർഡർ, അതിൽ ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. അതിൽ കുക്കുർബിറ്റേസിയ പറയണേന്ന് മനസ്സിലായി. കുക്കുർബിറ്റേസിയിൽ പക്ഷെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, 6 മെഡിസിൻ ഇല്ലേ. അപ്പൊ അതിൽ എങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ചാൽ മയാസം എങ്ങനെയാണ് ആ ഡിസീസിനെ ഇവര് അവരുടെ കോപ്പപ്പ് മെക്കാനിസം എങ്ങനെയാണ്, അവരുടെ പേസ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദി ആ ഡിസീസ് കണ്ടീഷനോട് എങ്ങനെയാണ്, ഇതാണ് മയാസം എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് പറ്റും എന്ന് വെച്ചാൽ കറക്റ്റ് സിമിലിമം ആണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആണ്. ശരിക്കും ഹോമിയോപ്പതി ഭയങ്കര ഫാസ്റ്റ് ആണ്. നമ്മുടെ മടി കാരണമാണ് നമുക്ക് അത് സ്ലോ ആണ്, കുറെ കാലം പിടിക്കും എന്നൊക്കെ വിചാരിക്കണേ. അപ്പൊ എനിക്കിത് ഭയങ്കര എന്ന് വെച്ചാൽ കോളോസിന്ത് കോമൺ മെഡിസിൻ അല്ലേ. അപ്പോൾ പക്ഷെ അതങ്ങനെ വെറുതെ കൊടുക്കാതെ നമ്മൾ എല്ലാ ഭാഗവും നോക്കുക. കിങ്ഡം കറക്റ്റ് അല്ലേ, ഫാമിലി കറക്റ്റ് അല്ലേ. അപ്പൊ അതിന് മുന്നേ തന്നെ ഈ മിനറൽ കിങ്ഡത്തിലെ റോയും കോളും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട്
ഏകദേശം ഇത് തന്നെയാണെന്ന് ഉറപ്പാക്കിയിട്ട് ദെൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് തെറ്റുകൾ പറ്റാറില്ല. ഏകദേശം ഇനിയിപ്പോൾ അഥവാ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിലും ഒരുപാട് റീടേക്ക് ചെയ്യേണ്ട. അത്യാവശ്യം നമുക്കറിയാം ഇതല്ലെങ്കിൽ നമുക്ക് മയാസത്തിൽ തെറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആനിമൽ ആവാം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. കുറച്ച് കാലം മുന്നേ ഹോമിയോപ്പതി വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും 10-20 മെഡിസിൻ സാധാരണ അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഒരു 20 മെഡിസിൻ വരെ ഇരുന്ന് വായിക്കണം. അപ്പം 20 മെഡിസിൻ വായിക്കാതെ നമുക്കത് ഫാമിലിയിൽ അല്ലെങ്കിൽ ഈ ഒരു മിനറൽ പീരിയോഡിക് ടേബിളും ഫിക്സ് ചെയ്തിട്ട് ദെൻ അതിന്ന് കിങ്ഡം വൈസ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അല്ല കിങ്ഡം വൈസ് അല്ല, ഫാമിലിയോ അല്ലെങ്കിൽ സബ് കിങ്ഡോ അനിമലിലാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും എന്ന് വെച്ചാൽ കുറച്ചുകൂടി അക്യുറേറ്റ് പ്രിസ്ക്രിപ്ഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. താങ്ക് യു. പൊട്ടൻസിയോ? ഉള്ള പൊട്ടൻസി കൊടുക്കുക 200. അല്ല, ഏതായാലും ഇത് അല്ല ഹൈ കേസ് അല്ലേ, അപ്പൊ 200 തന്നെ കൊടുത്ത്. ആ അങ്ങനെ നോക്കാറില്ല ഞാൻ, ഉള്ളത് ഏകദേശം കൊടുക്കും. അപ്പൊ ശരി, പുറമേന്ന് വരുന്ന മെഡിസിനിൽ നമുക്ക് പൊട്ടൻസി പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മള് പ്ലാന്റ് കിങ്ഡം സ്റ്റാർട്ട് ചെയ്യാണ്. അയ്യോ, അതിന്റെ ഡീറ്റെയിൽസ് ഇത്രയും മുമ്പ് അറിയാം. പറയൂ, പ്ലാൻ കിങ്ഡത്തിന്റെ പറഞ്ഞോളൂ. നമ്മൾ പ്ലാൻ കിങ്ഡം വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സീരീസ് ഓഫ് വർക്ക്ഷോപ്പ് ആണ്. ഓൾമോസ്റ്റ് 7 സീരീസ് ഓഫ് വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മൾ സബ് ക്ലാസ് അനുസരിച്ച് മൈക്കൽ യാക്കിയറിന്റെ സബ് ക്ലാസ് അനുസരിച്ചുള്ള രീതിയിലാണ് സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് May 5 മാഗ്നോലിറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഫുൾ കോഴ്സ് 1 year കോഴ്സായിട്ട് അത് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഫസ്റ്റ് മാഗ്നോലിറ്റ്സ്. മാഗ്നോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ എന്തൊക്കെ അതിൽ വരും എന്ന് പറയും? ഞാൻ പറയാം. മാഗ്നോലിയ ഫാമിലി വരും, ലോറൽസ് ഫാമിലി വരും, അരിസ്റ്റോലോക്കിയ ഫാമിലി വരും, റാനങ്കുലേസിയ വരും, ബെറിബ്രിഡേസിയ വരും, പിന്നെ പെപ്പാവരേസിയ വരും. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 50 മെഡിസിൻസ് വരും. അത് മൊത്തം എന്താ പേര് വരാൻ കാരണം? അത് അതിന്റെ ഓർഡർ ആണ്, മറ്റേത് ഫാമിലിയാണ്. ഓക്കെ, പറയൂ, അടുത്ത് പറയൂ. ഒരുപാട് മെഡിസിൻസ്, നമ്മുടെ കോമൺ കുറെ മെഡിസിൻസ് ഉണ്ട് അതില്. അടുത്ത് പറയും. നമ്മൾ May 5 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാഗ്നോലിറ്റ്സ് സബ് ക്ലാസ് മാഗ്നോലിറ്റ്സ് ഇൻക്ലൂഡഡ് പ്ലാന്റ് ഫാമിലീസ് എന്ന് പറയുമ്പോൾ റാനങ്കുലേസിയെ, ലോറേസിയെ, പെപ്പാവരേസിയെ, പൈപ്പറേസിയെ, അരിസ്റ്റോലോക്കിയേസിയെ, ബെർബെറിഡേസിയെ, മെനിസ്പെർമേസിയെ, മിർസ്റ്റിക്കേസിയെ, നിംഫേസിയെ, അതും പ്ലസ് കുറെ എക്സെട്രാ കുഞ്ഞു കുഞ്ഞു കുറെ ഫാമിലീസ് ഉണ്ട്. നെക്സ്റ്റ് സീരീസ് അത് May 5 തുടങ്ങും. ആൾട്ടർനേറ്റ് സൺഡേസിലായിട്ടായിട്ടും ഉണ്ടാവുക. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണ്, മെയിൻലി തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ May 5 തുടങ്ങിയ July 7 മാഗ്നോലിറ്റ് സീരീസ് അവസാനിക്കുന്നത്. അടുത്ത സീരീസ് എന്ന് പറയുന്നത് ഹെമാമിലിറ്റ്സ് ആയിരിക്കും. ഹെമാമിലിറ്റ്സ് സീരീസിൽ അതൊരു 3 സെഷൻ ക്ലാസ് ആയിരിക്കും. 3 സെഷൻ എന്ന് പറയുമ്പോൾ July 21 തുടങ്ങി August 18, അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് സൺഡേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓഫ്ലൈൻ ആയിരിക്കും. അതിൽ വരുന്ന ഫാമിലീസ് എന്ന് പറയുന്നത് ഹെമാമിലിഡ ഫാമിലി, കെനാബിഡേസിയെ, പെഗേസിയെ, മിറിക്കേസിയെ, ജുഗ്ലാൻഡേസിയെ, അങ്ങനെ പിന്നെ കുറച്ച് സ്മോൾ ഫാമിലീസ് അതല്ലാതെ വരുന്നുണ്ട്. നെക്സ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സബ് ക്ലാസ് കാരിയോഫിൽസ് ആണ്. കാരിയോഫിൽസ് September 1, അതായത് 1 day ക്ലാസ് ആയിരിക്കും. അതൊരു സിംഗിൾ ഡേ ഫുൾ ഉണ്ടാവുന്ന ക്ലാസ് ആയിരിക്കും, ഓഫ്ലൈൻ സെഷൻ. അതിൽ വരുന്ന ഫാമിലീസ് കാക്ടേസിയെ, ഫൈറ്റോലാക്കേസിയെ, പോളിഗോണേസിയെ, സെനോപോഡിയേസിയെ, എക്സെട്ര, അത്രയും ഫാമിലീസ് ആണ്. പിന്നെ സീരീസ് 4 എന്ന് പറയുന്നത് ഡിലിനിറ്റ്സ് ആണ്. അതിൽ ആ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു 3 ഓഫ്ലൈൻ സെഷൻസ് ഉണ്ടാവും. September 22, October 6, October 20 അങ്ങനെയായിട്ടായിരിക്കും. അതിൽ വരുന്ന ഫാമിലീസ്, ഡിലിനിറ്റ്സിൽ വരുന്ന ഫാമിലീസ് ക്യൂക്കർബിറ്റേസിയെ, പ്രിമുലേസിയെ, എരിക്കേസിയെ, മാൽവേസിയെ, സ്റ്റെർക്കുലിനേസിയെ, നെപ്പന്തൈൽസ്, അങ്ങനെ കുറച്ച് ഫാമിലീസ്. നെക്സ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സബ് ക്ലാസ് റോസിറ്റ്സ് ആണ്. റോസിറ്റ്സ് 4 ഓഫ്ലൈൻ സെഷൻസ് ഉണ്ടാവും. November 3 സ്റ്റാർട്ട് ചെയ്യും, December 15 ആൾട്ടർനേറ്റീവ് സൺഡേസ് ആയിട്ട് വരികയാണ്. 4 ക്ലാസ്സസിൽ വരുന്ന ഫാമിലീസ്, പ്ലാന്റ് ഫാമിലീസ് എന്ന് പറയുന്നത് റോസേസിയെ, ലെഗുമിനേസിയെ, യുഫോർബിയേസിയെ, അനാകാഡേസിയെ, റൂട്ടേസിയെ, അംബിലിഫറെ. നെക്സ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സീരീസ് 6 ആസ്റ്ററിറ്റ്സ്, സബ് ക്ലാസ് ആസ്റ്ററിറ്റ്സ് ആയിരിക്കും. അതിൽ വരുന്ന ഫാമിലീസ് ലൊഗനേസിയെ, ജെൻഷനേസിയെ, സൊളനേസിയെ, ലബിയേറ്റെ, സ്ക്രോഫുലറേസിയെ, റുബിയേസിയെ,
കോമ്പോസിറ്റ് അങ്ങനത്തെ ഫാമിലീസ് പ്ലസ് എൻ്റെ കൂടെയുള്ള ഫാമിലീസ്. സബ് ക്ലാസ് ആസ്ട്രിറ്റ്സ് 2025 ജാനുവരി 5 തുടങ്ങി ഫെബ്രുവരി 16 അവസാനിക്കുന്ന രീതിയിൽ ആൾട്ടർനേറ്റീവ് സൺഡേസിലായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സീരീസ് 7 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻ ഫാമിലിയും കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് മോണോകോട്ട്സ് ആണ്. മോണോകോട്ട്സിൽ ലിലിയേസിയെ, മെലാൻഡേസിയെ, ഇറിഡേസിയെ, പോയേസിയെ, കോൾച്ചിക്കേസിയെ, എരേക്കേസിയെ അങ്ങനത്തെ ഫാമിലീസ് ആണ് അതിൻ്റെ ഉള്ളിൽ പെടുന്നത്. മോണോകോട്ട്സ് 2 ഗോതമ്പ്, അരി, കരിമ്പ് അങ്ങനത്തെ സാധനങ്ങൾ. മോണോകോട്ട്സിന്റെ സെഷൻ എന്ന് പറയുമ്പോൾ മാർച്ച് 2 ആൻഡ് മാർച്ച് 16 2025 2 ക്ലാസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ 7 സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് അതിന്റെ ഇടയ്ക്ക് ആനിമൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യണില്ലേ? നമ്മുടെ ലക്ഷ്യം ഒരു 1.25 വർഷത്തിനുള്ളിൽ ഇതെല്ലാം പഠിച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്നാണ്. നമ്മൾക്ക് ഒരു 20 to 25 ഡോക്ടേഴ്സിനാണ് നമ്മൾ ഇതേപോലെ ഒരു നല്ലൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിന് ഇതെല്ലാം പഠിക്കണ്ടേ, ഇതെല്ലാം അറിയണം. പ്ലാൻ സെഷനിൽ കുറച്ചും കൂടി പ്ലാൻ സെഷൻ ഫുൾ ആയിട്ട് ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം, ഫുൾ ആയിട്ട് ചെയ്യാം. അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ട്. ഓൾമോസ്റ്റ് ഒരു 50-60 കേസസിന്റെ വർക്ക്ഷോപ്പ്, കേസ് സ്റ്റഡി എന്നുവെച്ചാൽ കേസ് ടേക്കിംഗ്, കേസ് സ്റ്റഡി, കേസ് അനാലിസിസ്, അതിന്റെ ഫോളോ അപ്സ് അടക്കം ഏതാണോ ഫുൾ വർക്ക്ഷോപ്പ് സീരീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഞാനൊന്നത് ക്ലിയർ ആക്കട്ടെ. എന്ന് വെച്ചാൽ ഈ ഒരു 50 or 60 to 100 ആണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം അത് അറിയില്ല. ഹൈ പത്തോളജി ഉള്ള കേസസ്. അപ്പൊ അത് ഓരോ ഡോക്ടർമാരും അത് നമുക്കൊരു വീക്ക്ലി അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അനാലിസിസ് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത്രയും കേസസ്, കേസ് ടേക്കിംഗ് മുതൽ റെപ്പർട്ടറൈസേഷൻ, ദെൻ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എന്തൊക്കെയാണ് ഹോമിയോപ്പതിയിലുള്ള ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തിട്ട് അത്രയും പേരെ ട്രെയിൻഡ് ആക്കാം എന്നുള്ളതാണ് പ്ലാൻ. അപ്പൊ മാക്സിമം 20 to 25 ആണ് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അത്രയും പേരെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കാൻ എന്തൊക്കെയാ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ആനിമൽ സീരീസ് നമ്മൾ ഓൺലൈൻ ആക്കാന്ന് വിചാരിച്ചത്. അതുകൂടി ഒന്ന് പറയൂ. അനിമൽ സീരീസ് ഓൺലൈൻ അനിമൽ സീരീസിന്റെ ഡേറ്റ്സ് ആണോ മാഡം പറയേണ്ടത്? എന്തൊക്കെയുണ്ട്, എത്രത്തോളം സീരീസ് പറയുമ്പോൾ നമ്മള് ഇതിനിടയ്ക്കല്ലേ ഇൻസെക്ട്സ് ആണ് വരുന്നത്. ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അതും ആൾട്ടർനേറ്റീവ് വീക്കിലായിട്ട് ചിലപ്പോൾ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ 2 ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 2 hour വീതമുള്ളത്. ഇൻസെക്ട്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെപ്റ്റൈൽസ് വരുന്നുണ്ട്. റെപ്റ്റൈൽസിന് 3 ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക, 2 hour വീതമുള്ളത്. അത് ആൾട്ടർനേറ്റീവ് ഡേയ്സ്, അതായത് വർക്കിംഗ് ഡേയ്സിലായിരിക്കും. നമ്മൾ മറ്റേത് സൺഡേസ് ഉള്ളതുകൊണ്ട് ഇത് വർക്കിംഗ് ഡേയ്സിൽ 2 hour ഈവനിങ് നൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ റെപ്റ്റൈൽസിന് 3 സെഷൻസ് ഉണ്ടാവും. ആദ്യം ഇൻസെക്ട്സ് കഴിഞ്ഞു, റെപ്റ്റൈൽസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ലാക് റെമഡീസ് ആയിരിക്കും ഉണ്ടാവുക. ലാക് റെമഡീസിന്റെ 2 സെഷനാണ് ഇപ്പോ കറന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 ഓൺലൈൻ സെഷൻ. നെക്സ്റ്റ് ബേർഡ്സ് ആയിരിക്കും. ബേർഡ്സിന്റെയും 2 സെഷനാണ് പ്രസന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് 2 സെഷൻസ് പോരാ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് എന്താ വെച്ചാൽ ഒരു 1 yearനുള്ളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഹയർ വേർഷൻ നമുക്ക് ചെയ്യാലോ. അത് ഈവൻ നിങ്ങൾക്ക് ബുക്ക് വായിച്ചാൽ പോലും നമുക്ക് കിട്ടൂലോ. അപ്പൊ അതിന്റെ ഒരു അനിമലില് ഒരുവിധം ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാനത് അത് തന്നെ ആയാലും തന്നെ നന്നായിട്ട് നമുക്ക് വല്ല ബുക്സോ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്താൽ പോലും നല്ലൊരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി മിനറൽസ് ഓൺലൈൻ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ പ്ലാൻ കിങ്ഡത്തിൽ റോങ് കോളും അറിയാത്ത ഡോക്ടേഴ്സ് വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് കവർ ചെയ്തിട്ട് എടുക്കാൻ ശ്രമിച്ചാലും അവർക്ക് കുറച്ചുകൂടി നന്നാവുക മിനറൽസ് അറിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ഓൺലൈൻ ഒരു 4 ദിവസം ഒന്നുകൂടി ഒന്ന് വേറെ നിങ്ങൾ ഇതിലെല്ലാവരും അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാത്തവർക്ക് അതൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരി, ബൈ.